അപ്പൊ സ്വർഗത്തിലേക്ക് കടക്കുകയും നരകത്തിൽ നിന്ന് മുക്തമായ ജീവിതം കിട്ടുകയും ചെയ്തവനാണ് വിജയി ആണ് മനസ്സിലാക്കേണ്ടത്. അവനാണ് വിജയിച്ചവൻ. ദുനിയാവിൽ മറ്റു പഠിക്കേണ്ടെന്നല്ല. ഉസ്താദ് പറഞ്ഞു SSLCക്ക് വിജയം വേണ്ട, അതിനേക്കാളൊക്കെ വലുതാണ്. അതെ, ആഖിറത്തിലേക്ക് നോക്കിയിട്ടതാണ്. നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും വലുത് ആഖിറമാണ്. പിന്നെ ദുന്യവിയായ കാര്യങ്ങൾ ഇല്ലാതെ പോകണ്ട. ഖലഖലക്കും മാഫിൽ അർദി ജമിയ, ഈ ദുന്യാവിലെ എല്ലാ വസ്തുക്കളും നിങ്ങൾക്കുള്ളതാണ്. ഇതൊക്കെ ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇവിടെ പരീക്ഷ എഴുതണം, വിജയിക്കണം. ഇവിടെ SSLC എഴുതണം, +2 എഴുതണം, വിജയം വേണം. ഇവിടെ ദുന്യാവിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും ആസ്വദിച്ചുകൊണ്ട് തന്നെ സ്വർഗം പുൽകണം. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം ലോകം മുഴുവൻ അടക്കി ഭരിച്ചതാകുന്ന ചക്രവർത്തിയായിരുന്നു, പ്രവാചകനുമാണ്. അദ്ദേഹം ദുന്യാവ് ആസ്വദിച്ച വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ആസ്വദിച്ച വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം എവിടെയും എത്തി, സ്വർഗത്തിലുമെത്തി. സ്വർഗത്തിൽ കടന്നു ആര്? സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. സ്വർഗത്തിൽ കിടക്കൂലേ? ഉറപ്പല്ലേ? പ്രവാചകനല്ലേ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. നമുക്ക് ഈ കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ തടസ്സമാവരുത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് കണ്ടീഷൻ. ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പോകണം വീട്ടിൽ നിന്ന്. നമ്മൾ ബാങ്ക് വിളിക്കുമ്പോഴാണ് നേരെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. അവിടെയാണ് തെറ്റുപറ്റുന്നത്. നല്ല ബെഡ്ഷീറ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ട്, ഉപയോഗിക്കത്തില്ല. നല്ല കൂടിയ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. 5ഉം 10ഉം ഒക്കെ റൂമിനകത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഇല്ല, ഈത്ത ഒലിപ്പിച്ച് കറുത്ത എന്താണ് പറയുക, കരിമ്പനടിച്ചിട്ടുള്ളതാകുന്ന തലയിണ ഉറയ്ക്കാത്ത ഇപ്പോഴും രാവിലെ ഉറങ്ങിയിട്ട് ആചാര്യ വന്നത്. ഇപ്പോഴും ആ പഴയ ഐറ്റം കീറി പറഞ്ഞ സാധനം തലയണ പറയും. ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നോക്കിയാൽ ഇല്ല പൊന്നോ, അപ്പം കഴുകിയിട്ടില്ല. ഇനി കഴുകിയതാണെങ്കിൽ പോലും പഴയ ഐറ്റാണ്. ഇപ്പോഴും പുതിയതിങ്ങനെ അലമാരിക്കാ തട്ടി വെച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ പോയാലും ഷോപ്പിംഗ് മാളിൽ പോയാലും പുതിയ തലയുണയറയും വേണം, ബെഡ്ഷീറ്റും വേണം പെണ്ണുങ്ങൾക്ക്. വാങ്ങിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. 5 എണ്ണം 6 എണ്ണം സ്റ്റോക്കാണ്. ഇന്ന് വരെ ഒരെണ്ണം റമദാനായിട്ട് പോലും ഒന്ന് വൃത്തിയായിട്ട് വിരിച്ചില്ല. ഇതാർക്ക് വെച്ചിരിക്കുക? അതൊക്കെ എടുത്ത് വിരിക്കും. ബിസ്മില്ല, ഭർത്താവിന് വിരിച്ചു കൊടുക്കിൻ, നിങ്ങളും അതിൽ കിടക്കിൻ. അതിനൊന്നും മടിക്കണ്ട. ഇതൊക്കെ ആർക്കാണ്? മരിച്ചിട്ട് വല്ലവരും എടുത്ത് ഉപയോഗിക്കാനാണോ? ഇത് അനന്തരം വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഉപയോഗിക്കും. ദുന്യാവാണിവിടെ, അതൊക്കെ ഉപയോഗിക്കും. പക്ഷെ ആ ബെഡിൽ കിടക്കുമ്പോഴും ആസ്വദിച്ച് കിടക്കുമ്പോഴും ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേക്കാനുള്ള ഒരു മനസ്സ് അത് വരണം. അല്ലാതെ നല്ല റാഹത്ത് ഉസ്താദ് പറഞ്ഞാലും കടന്നോളെ എന്ന് പറഞ്ഞ് പൊതിച്ചുമൂടി അതിനകത്ത് കയറി കിടക്കാൻ അത് പറ്റൂല. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകണം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനമാണ് കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, എപ്പോഴും കുടുംബത്തെ സഹായിച്ചുകൊണ്ടുണ്ടാവും. ഭാര്യയെ സഹായിക്കും, അടുക്കളയിൽ ജോലി ചെയ്യും. നമ്മളിങ്ങനെ സവാള അല്ലെങ്കിൽ എന്തെങ്കിലും അരിയുമ്പോഴത്തെ അരിയുന്ന സാധനം എടുത്ത് വായിലിടുന്നതല്ലാതെ ഒരു സംഭവം അരിയാനായിട്ട് നിൽക്കുന്നില്ല. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. തേങ്ങ ഇങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വന്നിട്ട് അതെടുത്ത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? സുഖം തന്നെയല്ലേ, റാഹത്തല്ലേ? ഇതാണ് അവസ്ഥ. പെണ്ണുങ്ങളെ സഹായിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയല്ല സഹായിക്കേണ്ടത്. നേരെ തിരിച്ച് ഇപ്പുറത്ത് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് ചുരണ്ടാനായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ സവാള അരിയാനായിട്ട് നിൽക്കണം, അവരെ ഒന്ന് സഹായിക്കണം. നബി തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ നല്ല റാഹത്തായിട്ട് ഫുൾ ഉറക്കം, പെണ്ണുങ്ങൾ വരെ അടുക്കളയിൽ കയറിയിട്ട് പണിയെടുക്കണം. അതല്ല, ഒരുമിച്ച് എന്ന് ചെയ്താൽ 1 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിയും. റാഹത്താണ്. സഹായിച്ചു കൊടുക്കുക നബി തങ്ങളുടെ പ്രവർത്തനമായിരുന്നു. പക്ഷെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയാൽ വൈദാ ഹളറത്തി സ്വലാത്തു ഖറജ ഇലൽ മുസല്ല, ബാങ്ക് മുഴങ്ങി അപ്പം പള്ളിയിലേക്ക് പോകും. അത് പുരുഷന്മാരങ്ങനെ വേണമല്ലോ, പള്ളിയിലേക്ക് തന്നെ നബി തങ്ങൾ പോവാൻ. നമ്മൾ ബാങ്ക് മുഴങ്ങുമ്പോൾ അകത്ത് ചാടി കയറുകയാണ് പെരയ്ക്കകത്തോട്ട്. അപ്പോൾ പെണ്ണുങ്ങൾ തോന്നും വല്ല ചെയ്യാനുണ്ടോ, കാരണം ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ്. അതാണ് അവസ്ഥ. നേരെ തിരിച്ചാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് സഹോദരങ്ങളെ സ്വർഗവും നരകവും? പഠിച്ചു വെക്കണേ. സ്വർഗത്തിലേക്കുള്ള വാതാനങ്ങൾ തുറക്കപ്പെട്ടവൻ വിജയിയാണ്, നരകത്തിൽ നിന്ന് മോചനപത്രം നൽകപ്പെട്ടവൻ വിജയിയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. قال رسول الله صلى الله عليه وسلم وقد النار 1000 سنة حتى احمرت. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചുവത്രേ. ഹത്ത ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നുപോയി. ثم أوقد 1000 سنة
വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിക്കുകയാണ്. 2000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിക്കുകയാണ്. ഹത്തബിയല്ലത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സാബാ. തീർന്നില്ല 2000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടത് ചുവപ്പ് മാറി വെളുപ്പ് നിറമായിട്ട് പോലും അല്ലാഹു നരകത്തിന്റെ സൃഷ്ടിപ്പ് നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു സൃഷ്ടിക്കുകയാണ്. ആർക്കാണുള്ളത് മുസ്ലിമേ ഈ നരകം? ഈ ദുനിയാവിൽ കള്ളുകുടിച്ച മുസ്ലിമില്ലേ, വ്യഭിചരിച്ചവനില്ലേ, മോശപ്പെട്ട തരത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോയവരില്ലേ, മാതാപിതാക്കളെ തൃണവൽഗണിച്ചതായ ആളുകളില്ലേ, പരിശുദ്ധമായ റമദാൻ വന്നിട്ട് പോലും നോമ്പ് നോൽക്കാതെ നടന്നു പോയവനില്ലയോ, വ്യഭിചരിച്ചതാകുന്ന മുസ്ലിം സഹോദരങ്ങളില്ലയോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനുമായി മോശപ്പെട്ടതാകുന്ന സംസാരങ്ങൾ നടത്തുകയും തന്റെ ഭർത്താവ് കടക്കണ്ട കടക്കയിൽ കൊണ്ടുവന്ന് അന്യരാകുന്ന പരിപുരുഷന്മാരുമായി ശയ്യവലംബിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട സഹോദരിമാരില്ലയോ? എത്രയോ പുരുഷന്മാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളഞ്ഞപ്പോൾ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ചാറ്റിംഗ് നടത്തുന്ന എത്രയോ മുസ്ലിം പകൽ മാന്യന്മാരുണ്ട്. നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാകുന്ന നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വാചാലനാവുകയാണ്. 1000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകം ചുവന്ന് തൊടുത്തുപോയി. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ സൃഷ്ടിക്കുകയാണ്. ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സാബാ. 2000 വർഷം കത്തിച്ച് വെളുത്ത നിറമായ നരകത്തെ അല്ലാഹു വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കുവാനുള്ള ആഹ്വാനം നൽകുകയാണ്. 3000 വർഷം രാവും പകലും നിരന്തരമായി നരകത്തെ അല്ലാഹു സൃഷ്ടിക്കുകയാണ്. പഠിച്ചു വെക്കണേ മുസ്ലിമേ, മുസ്ലിമത്തേ, ആ നരകത്തിന് നിറമല്ലാതെ കറുത്തു പോയി സാബാ. വഹിയ സൗദാഉൻ മുളിമാ. ആര് കണ്ടാലും പേടിക്കുന്ന, ആര് കണ്ടാലും ഭയപ്പെടുന്ന ഭീകരമാകുന്ന കറുകറുത്തതാകുന്ന രൂപഭാവത്തിലേക്ക് ആ നരകത്തെ അല്ലാഹു മാറ്റിക്കളഞ്ഞു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചു വെക്കണം നമ്മൾ. 3000 വർഷമാണ് നരകത്തെ സൃഷ്ടിക്കാനെടുത്ത സമയം. 3000 വർഷം. 1-2 ദിവസമോ 1-2 വിറകിട്ട് കത്തിച്ച് ഒരു പൊട്ടക്കണത്തിലിട്ട് കത്തിച്ചിട്ട് കുറച്ച് തീ വരുന്ന പ്രദേശം അതിലേക്ക് ഇങ്ങനെ ആളെ പിടിച്ചിടും. അങ്ങനെയൊക്കെ നീ മനസ്സിൽ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ല നരകം. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ ലകാനൽ ജുസുൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. അലനല്ലൂരുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. കത്തിച്ചൊലിക്കുന്ന നരകം നിസാരമല്ല, നിസാരമല്ല. കേവലം 2 വിറകുകൊള്ളികൾ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായി നരകത്തെ നിങ്ങൾ കണക്കാക്കല്ലേ. വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ. ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും മരക്കഷ്ണങ്ങളാക്കി വിറകുകൊള്ളികളാക്കി മുറിച്ചിട്ട് അതെല്ലാം കൂടി ഒരു മരുഭൂമിയിലിട്ടുകൊണ്ട് കത്തിച്ചാലും ലകാനൽ ജുസുൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ജഹന്നമെന്ന അത് ചെറുതാണ്, ചെറുതാണ്, ചെറുതാണ് എന്ന് നരകത്തിലുണ്ട്. 7 നരകം. അതിലേറ്റവും വലിയ നരകമാണ് ജഹന്നം. ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ഭാഗം മാത്രം, ഏതാനും അംശം മാത്രമേ ആകുകയുള്ളൂ. ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും സസ്യലതാദികളും മുറിച്ച് മരക്കഷ്ണങ്ങളാക്കി തടിയാക്കി വിറകാക്കി കൊണ്ടുവന്ന് കത്തിച്ചാലും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം നമ്മൾ. നമ്മുടെ ജില്ല മാത്രമല്ല, മലപ്പുറമല്ല, ലോകത്തുള്ള മുഴുവനും, കേരളമല്ല, ഇന്ത്യയല്ല, ലോകത്തുള്ള മുഴുവൻ. ആമസോൺ കാട് പരിപൂർണമായി കണ്ടു തീർത്തിട്ടില്ല മനുഷ്യൻ. കുറച്ചേ സഞ്ചരിച്ചിട്ടുള്ളൂ. കടക്കാണ് അതിൻ്റെ വിശാലത.
ഇങ്ങനെയുള്ള മുഴുവൻ കാടുകളും ഉൾപ്രദേശങ്ങളിലുള്ള ഇവിടെ തന്നെ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ ചുറ്റും എത്ര മരങ്ങളാണ്. ഇതെല്ലാം കൂടി ഇപ്പോൾ ഇവിടുത്തെ കത്തിച്ച എന്തായിരിക്കും സ്ഥിതി? ഇത് തന്നെ ഈ ചുറ്റും നോക്കുക നിങ്ങൾ, ഇത് തന്നെ എത്രയുണ്ട്? ലോകം മുഴുവനുമുള്ള, അതാണ് ഹദീസ്, വലൗ ജുമിയ ഹതബുദ്ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യങ്ങളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ജഹന്നമെന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് 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 എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സുമ്മിയ ജഹന്നമോ, എന്തേ ജഹന്നമെന്ന് പേര് വെക്കാൻ കാരണം വലിയ പ്രവർത്തനങ്ങൾ, വലിയ വൻകുറ്റങ്ങൾ ചെയ്തതാകുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ശിക്ഷയാണ് ജഹന്നമെന്ന നരകം. ജഹന്നമെന്ന നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് വൻ പാപികളെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കള്ളു കുടിച്ചവരുണ്ടോ? വ്യഭിചരിച്ചവരുണ്ടോ? മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരുണ്ടോ? മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ. ആദരവായ പ്രവാചകൻ പറയുകയാണ്, മാതാപിതാക്കളെ വേദനിപ്പിച്ചവരെ, പ്രയാസപ്പെടുത്തിയവരെ, അവരെ കരയിപ്പിച്ചതാകുന്ന മക്കളുണ്ട് എങ്കിൽ പഠിച്ചു വെക്കണേ. ഈ വിശുദ്ധമായ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ പത്തിൽ വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, അവരുടെ പൊരുത്തം വാങ്ങാതെ പോകല്ലേ പോകല്ലേ, ഒരു ലൈലത്തുൽ ഖദറും നീ കണ്ടുമുട്ടുകയില്ല. 83 വർഷവും 4 മാസം വിവാഹത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന പവിത്രമായ ലൈലത്തുൽ ഖദർ നിനക്ക് കണ്ടുമുട്ടണോ? മാതാപിതാക്കളുടെ പൊരുത്തം അനിവാര്യമാണ്, അനിവാര്യമാണ്. മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ. വൻ പാപികളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്, വൻ പാപമാണ് മാതാപിതാക്കളെ ഒന്ന് കരയിച്ചാൽ, അവരുടെ കണ്ണീര് വീണാൽ വൻ പാപമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 728 വൃദ്ധസദനങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. അതിൽ തന്നെ 565 വൃദ്ധസദനങ്ങളുള്ളത് ഈ കൊച്ചു കേരളത്തിലാണ്. സംസ്കാരമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ്. വലിയ വിദ്യാഭ്യാസത്തിന്റെ സമുച്ചയങ്ങൾ പണിതുയർത്തപ്പെടുമ്പോഴും ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുന്നതായ മുസ്ലിം മനുഷ്യ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. 728 വൃദ്ധസദനങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത് എങ്കിൽ അതിൽ 565 വൃദ്ധസദനങ്ങളും അഥവാ 3/4% നിലകൊള്ളുന്നത് ഈ കൊച്ചു കേരളത്തിലത്രേ. എവിടെയാണ് നമ്മൾ പോയിരിക്കുന്നത്? നമ്മൾ വലിയ ആൾക്കാരാ. നമ്മൾ പള്ളിയുടെ അകത്തളത്തിൽ കയറിയിരുന്നിട്ട് അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പൊറുക്കലിനെ തേടുകയാണ്. എങ്ങനെ പടച്ച റബ്ബ് പാപം പൊറുക്കും? എങ്ങനെ അല്ലാഹു പാപം പുറത്തു തരും? 728 ഇന്ത്യയിൽ ഒട്ടാകെ, അതിൽ 565 ഉള്ളത് എവിടെ? കേരളത്തിൽ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ കേൾക്കട്ടെ. മുക്കുമൂലകളിലുണ്ട് സ്നേഹക്കൂട്, അമ്മക്കൂട് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതിലൊക്കെ ആരാ ഉള്ളത്? വാപ്പായും ഉമ്മായും കൊണ്ടേ ആക്കിയിരിക്കാൻ. എത്തീങ്കാനെ മക്കളെ കൊണ്ട് വിടുന്ന പോലെ കൊണ്ടാക്കിയിരിക്കാൻ വാപ്പായും ഉമ്മായും. സുബ്ഹാനല്ലാഹ്. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഈ കേരളത്തിൽ 3 വലിയ ഭ്രാന്താശുപത്രിയാണുള്ളത്. 3 വലിയ ഭ്രാന്താശുപത്രി. ഒന്ന് തൃശ്ശൂർ, മറ്റൊന്ന് കോഴിക്കോട്, മറ്റൊന്ന് തിരുവനന്തപുരം. 165 പേര് ഭ്രാന്ത് മാറിയതാകുന്ന രക്ഷിതാക്കൾ അവിടെ ഇപ്പോഴും വസിക്കുന്നുണ്ട്. ഭ്രാന്ത് മാറി. വാപ്പാക്ക് ഭ്രാന്ത് വന്നപ്പോൾ കൊണ്ടേ ആക്കിയതാണ്, ഉമ്മാക്ക് ഭ്രാന്ത് വന്നപ്പോൾ കൊണ്ടേ ആക്കിയതാണ്, ഭർത്താവിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക് ഭ്രാന്ത് വന്നപ്പോൾ കൊണ്ടേ ആക്കിയതാണ്. ഭ്രാന്ത് മാറി എന്ന് ആശുപത്രി അധികൃതർ വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭ്രാന്ത് മാറിയിട്ടുണ്ട്, വലിയ പ്രായമൊന്നും ആയില്ല, അവർ 35 വയസ്സുള്ളൂ, ഭ്രാന്ത് മാറി, കൊണ്ടുപോയി. ഭർത്താവിനെ വിളിച്ചു പറഞ്ഞിട്ട് ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല? കൊണ്ടുപോകുന്നില്ല. പലരും അഡ്രസ്സ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇനി ഒരിക്കലും ഇതിനെ വേണ്ട, ഫോൺ നമ്പർ തെറ്റിച്ചു കൊടുത്തിട്ടാണ് പോന്നിരിക്കുന്നത്. വിളിക്കുമ്പോൾ അഡ്രസ് ഇല്ല. 165 പേര് ഈ 3 വലിയ ഭ്രാന്താശുപത്രികളായി ഇന്നുണ്ട്. മനസ്സിലാക്കണം നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വാപ്പാക്ക് ഭ്രാന്താണ്. ഇനി നാട്ടിൽ കൊണ്ടുവന്ന വാപ്പ, ഭ്രാന്തുള്ള വാപ്പ ഇതാ കൊണ്ടുവന്നു, അയാൾക്കിപ്പോഴും ഭ്രാന്താണ് എന്ന് പറയും. മകന്റെ സ്റ്റാറ്റസിന് യോജിച്ചതല്ല ഈ വാപ്പ, അതുകൊണ്ട് വാപ്പയെ വേണ്ട. ഉമ്മാക്ക് ഭ്രാന്താണ് എന്ന നാട്ടുകാർ ഇനിയും പറയും, ഭ്രാന്ത് മാറിയാലും പറയും, അതുകൊണ്ട് ഈ ഉമ്മയെ വേണ്ട, ഉമ്മയെ ഒഴിവാക്കി. ഈ ഭർത്താവിന് വേണ്ട, ഈ ഭാര്യയെ വേണ്ട. എവിടെയാണ് ലോകം എത്തിച്ചേർന്നിരിക്കുന്നത്? നീ എന്ത് പുണ്യപ്രവൃത്തി നടത്തിയാലും നിനക്ക് പടച്ച റബ്ബ് സ്വീകാര്യം നൽകുമോ ഈ റമദാനിൽ?
നീ ഒരുപാട് 10,000-കണക്കിന് ആളുകളെ വിളിച്ചു നേരത്ത് വിഭവസമൃദ്ധമാകുന്ന നോമ്പുതുറ സൽക്കാരം നടത്തിയാലും വല്ലാഹി ലാ യഖ്ബലു, അല്ലാഹ് സ്വീകരിക്കില്ല. അല്ലാഹ് സ്വീകരിക്കില്ല. നീ ആസാമിലേക്കും കാശ്മീരിലേക്കും ഡൽഹിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്ന പാവങ്ങൾക്ക് ഭക്ഷണപ്പൊതികൾ കൊണ്ടുപോയി കൊടുത്താലും, എത്ര പട്ടിണി പാവങ്ങളുടെ വിഷമങ്ങളും ദുരിതങ്ങളും നീ മാറ്റിയാലും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം നിനക്ക് കിട്ടുകയില്ല. എന്തുകൊണ്ട് സ്വന്തം വാപ്പായെ നോക്കാത്തവനാണ് ഇവൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഭ്രാന്ത മാറിയെന്ന് അധികൃതർ സർട്ടിഫിക്കറ്റ് മുഖേന കൊടുത്തിട്ട് വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകാത്ത അവസ്ഥ. വേണ്ട, അവിടെ തന്നെ വെച്ചോന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം എന്താണ് ലോകം. പിന്നെന്ത് മോമിൻ, പിന്നെ നീ എന്ത് മനുഷ്യൻ, നീ എന്ത് മുത്തഖി, നീ എന്ത് മോമിനത്ത്. നീ വലിയ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഏത് ആത്മീയ മജ്‌ലിസിൽ നിലകൊണ്ടാലും പടച്ചറപ്പിന്റെ പൊരുത്തം നിനക്ക് കിട്ടൂല. മനസ്സിലായിക്കോ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടൂല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എങ്ങനെയാണ് നരകീയ മോചനം കിട്ടുക? കത്തിച്ചൊരിക്കുന്നതായ നരകത്തിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടുകയില്ലയോ? റസൂലുള്ളാഹി പറയുകയാണ്, മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിച്ചവരെ, പ്രയാസപ്പെടുത്തിയവരെ, അവരുടെ കാൽ കീഴ്വീണ് പൊരുത്തം ചോദിക്കണേ. അവരുടെ കണ്ണീര് വൻ പാപമാണ് രേഖപ്പെടുത്തുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പാടും മാടിയും പൊരുത്തമില്ലാതെ റമദാൻ കൊണ്ട് നീ വിജയിക്കൂല. മനസ്സിലായിക്കോ. എത്ര ദ്വാരന്നിട്ടും കാര്യമില്ല. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3000 വർഷമാണ് പടച്ചറബ് നരകത്തെ സൃഷ്ടിക്കാനെടുത്തത്. ചിന്തിക്കണം നമ്മൾ. 3000 വർഷം, 1-2 ദിവസമല്ല. മനസ്സിലാക്കണം. ആ നരകത്തിലേക്കാണ് വലിച്ചെറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം എപ്പോഴും നമ്മൾ നടത്തും. ഒരു മുഅ്മിനായ മനുഷ്യൻ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം അവൻ ചെല്ലുന്നത് മഹ്ശറെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചതിന് ശേഷം ജീവനിട്ട് നൽകിയ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. വഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെയാണ് ഒരുമിച്ച് കൂട്ടുന്നത്. പരലോക ചിന്തയാണ് അപ്പോഴും, മഹ്ശറ ചിന്തയാണ്. എഴുന്നേറ്റതേ ഉള്ളൂ. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ ചെല്ലാണ് എന്ത്? മരിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതി. അതെ, ഉറക്കമെന്ന് പറയുന്നത് എന്താണ്? മരണമാണ്. ആരെങ്കിലും ഉറങ്ങുന്നവരുണ്ടോ ഇപ്പൊ സദസ്സിൽ? നാം മരിച്ചിരിക്കാൻ. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ഉറക്കമെന്ന് പറയുന്നത് മരണമാണെന്ന് വിശുദ്ധമായ ഖുർആൻ അങ്ങനെ തന്നെയാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമത് ഫീ മനാമിഹാ ഫയംസികു അല്ലതീ ഖദാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. ചില ആളുകൾ ഉറക്കിൽ തന്നെ മരണപ്പെട്ടു പോകും അല്ലേ? അങ്ങനെ അത് ആളുകളില്ലേ? ഇവിടെ ശ്രദ്ധിക്കും ഇല്ലേ? ഉറക്കിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് പോയി വിളിക്കാണ് ഭാര്യ. എഴുന്നേക്കെന്ന് പറയുമ്പോൾ എഴുന്നേക്കുന്നില്ല, ആള് മരിച്ചിട്ടുണ്ട്. ഭാര്യ പോയി ഭർത്താവ് വിളിക്കുമ്പോൾ എഴുന്നേക്കുന്നില്ല. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിനെ ആര് പിടിക്കുന്നുണ്ട്? അല്ലാഹ് പിടിക്കുന്നുണ്ട്. ഫയുംസികുല്ലതി ഖദാ അലൈഹൽ മൗത്ത്. ഉറക്കിൽ തന്നെ മരണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ തിരിച്ചു വിട്ടുകൊടുക്കൂല, പിടിച്ചു വെക്കും. വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മ. രാവിലെ നമ്മൾ എഴുന്നേൽക്കാൻ കാരണം അലാറം അടിക്കുമ്പോഴും ഭാര്യ വിളിക്കുമ്പോഴും ഞെട്ടി എഴുന്നേൽക്കുമ്പോഴും ഒക്കെ നിനക്ക് ആത്മാവിനെ തിരിച്ചു നൽകുന്നുണ്ട്. ഇലാ അജലിൻ മുസമ്മ, അടുത്ത ഒരു അവധിക്ക് വെച്ചിരിക്കാൻ. പിന്നീട് പിടിക്കും. അടുത്തൊരു സെക്കൻഡിലേക്ക് നിന്നെ മാറ്റി വെച്ചിരിക്കാൻ. ഇപ്പൊ ഇതാ നിനക്ക് തിരിച്ചു തരാൻ. ചുരുക്കത്തിൽ ഉറക്കമെന്ന് പറയുന്നത് എന്താണ്? മരണമാണെന്ന് വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. അല്ലാഹ് അങ്ങനെയാണ് ഇന്നു മുതൽ ഇനി ഉറങ്ങുന്നില്ല. മരണം എന്ന് പറഞ്ഞാൽ പിന്നെ പേടിയാണ്. അതുകൊണ്ട് ഉറങ്ങിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖളാക്കുന്ന ഏത് സമയത്തും മരണം വരും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഊതി ഉറങ്ങാൻ പറഞ്ഞത്. ഓതുകയും വേണം, ഊതുകയും വേണം, എന്നിട്ട് വേണം ഉറങ്ങാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു ഖുൽ റബ്ബുൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ് ആയത്തുൽ കുർസി ഒക്കെ കൈവെള്ളയിൽ ഊതുക. ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവി അങ്ങനെ ഉറങ്ങാൻ. അതാണ് ഊതി ഉറങ്ങാൻ. നമ്മളതില്ല. നല്ല പാട്ടുമൊക്കെ കേട്ട് റായത്തായിട്ട് അങ്ങനെ കിടക്കാൻ.
ചില ചെറുപ്പക്കാരൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നത് എടുക്കുമ്പോൾ ഉമ്മ പോയി വിളിക്കുമ്പോൾ ഉമ്മ നോക്കുമ്പോൾ ഹെഡ്സെറ്റ് കിടപ്പുണ്ട്, പാട്ടിങ്ങനെ കേട്ടുകൊണ്ട് കിടക്കാൻ. അതായത് രാത്രി കേട്ടതാണ്, പാലാപ്പള്ളിയും കേട്ടൊരൊറ്റ ഉറക്കമാണ്. പിന്നെ അതിങ്ങനെ രാവിലെ ഉമ്മ അത് കേട്ടിട്ട് ഉമ്മ കുറച്ച് നേരം ഇരിക്കും, നോമ്പും കളഞ്ഞ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം രാത്രി മുഴുവൻ ഇതിലാണ്. ആ ഒരു ഇതിൽ അവൻ അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയാൽ എങ്ങോട്ടാ പോവാ? പറയണ്ടല്ലോ, ആത്മാവ് കൊണ്ടുപോവാ സിജ്ജീനിലേക്കാണ്, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. എഴുന്നേറ്റാൽ ഉടനെ ചെല്ലാണ്. പിന്നെ അവൻ ആയത്തുകൾ ഓതും. എഴുന്നേറ്റ് അവിടെ ഇരുന്നിട്ട്. നമ്മൾ ഓതാറില്ല, ശ്രദ്ധിക്കാറില്ല, ഓതേണ്ടതാണ്. ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك ما تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ഓതാറുണ്ടോ ഈ ആയത്തുകൾ? എഴുന്നേറ്റലുടനെ അവിടെ ഇരുന്ന് ഓതേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനിപ്പോൾ ഈ ആയത്ത് ഓതിയത്? എഴുന്നേറ്റിരുന്നിട്ട് അപ്പോൾ തന്നെ ഓതുമ്പോഴും നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടത്തിന്റെ ആയത്താണ് ഓതുന്നത്. സുബ്ഹാനല്ലാഹ്, ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹുവേ, പടച്ചറപ്പേ, ഞങ്ങളെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ മഹ്ശറയുടെ ലോകത്തെ പരിചയപ്പെടുത്തിയിട്ടാണ് എഴുന്നേൽക്കുന്നത്. വീണ്ടും അവിടെ ഇരുന്നു കൊണ്ട് ഓതുന്നതും ഫഖിനാ അദാബന്നാർ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബനാ ഇന്നക മാ തുദ്ഖിലിന്നാർ ഫഖദ് അഖ്സൈത. ആരെങ്കിലും പടച്ചറപ്പേ നീ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നീ നിന്യനാക്കിയ അല്ലാ, നീ നിസ്സാരനാക്കിയ അല്ലാ. വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആ നരകത്തിൽ കടന്നവനെ സഹായിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല. കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് വ്യക്തിയെ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. സുബഹിയുടെ സുന്നത്തിൽ 2 റക്അത്താണ്. ആ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് നമുക്കറിയാം ഇല്ലേ? ഒന്നാമത്തെ റക്അത്തിൽ ഏതാണ്? അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും. ശരിക്കും ശ്രദ്ധിക്കണേ, നമ്മളൊരു ഇൽമിന്റെ മജ്‌ലിസിൽ പ്രത്യേകിച്ച് റമദാനിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അറിവ് ഉണ്ടാവണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അമലിന് എന്തെങ്കിലും കിട്ടണം. അതിനാണ് ഇത് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബഹിയുടെ ബാങ്ക് വിളിച്ചു. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക, ഒന്നാമത്തെ റക്അത്തിലെ ആദ്യ സൂറത്ത് അതാണ്. അതിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് കൂടി പൂർത്തിയാക്കി ഓതുക. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ ഓതുക. അതോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസും ഓതുക. ഒറ്റവട്ടം ഇത് ഓതിയാൽ മതി. അപ്പോൾ പഠിച്ചു. ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2ാമത്തെ റക്അത്തിൽ അലം തറ കൈഫയും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൂലേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാവും. അങ്ങനെ ഓതിയാൽ എന്താ? മൂലക്കുരുവിന്റെ അസുഖം അതുപോലെയുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവൂല. ശരിക്കും മനസ്സിലാക്കിയോ? പുരുഷന്മാരൊക്കെ ശരിക്കും മനസ്സിലാക്കി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അതുമാത്രമല്ല, എല്ലാ ബുദ്ധിമുട്ടുകളും വേദനാജനകമാകുന്ന എല്ലാ പ്രയാസങ്ങളും അന്നത്തെ ഒരു ദിവസം അല്ലാഹു സംരക്ഷണം നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് വിട്ടുപോകരുത്. സുന്നത്ത് നമസ്കാരങ്ങൾ അഥവാ റവാത്തിബ് സുന്നത്തുകൾ, ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് എന്ത്? സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും കൈവെള്ളയിൽ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
قال رسول الله صلى الله عليه وسلم നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൻ സല്ലാ സുന്നത്തൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ. ആരെങ്കിലും സുബഹിയുടെ സുന്നത്തിൽ അലം അലം എന്ന് തുടങ്ങുന്ന സൂറത്ത് കൊണ്ട് നമസ്കരിച്ചുവോ, അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂന മോദി രണ്ടാമത്തെ റക്അത്തിൽ അലം എന്ന് തുടങ്ങുന്ന അലം തറ കൈഫ സുബ്ഹാന റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തും സൂറത്തുൽ ഇഖ്ലാസ് മോദി നമസ്കരിച്ചോ, ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമൻ, അന്നത്തെ ദിവസം ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവുകയില്ല. അലം എന്ന് പറഞ്ഞാൽ വേദന എന്നാണ്. അലം ഒരു വേദന ഒരു പ്രയാസമോ അന്നത്തെ ദിവസം അവൻ കേൾക്കേണ്ടി വരൂല, അവന്റെ ശരീരത്തിനുണ്ടാവുകയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇത് സുബഹിയുടെ സുന്നത്തിൽ നാളെ മുതൽ ആഡ് ചെയ്യണം. ഇതുവരെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ആ സുന്നത്ത് നിസ്കാരവും നിർവഹിക്കണം. ചിലർ സുബഹിക്ക് തന്നെ എഴുന്നേക്കത്തില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. അത്താഴം കഴിക്കത്തുമില്ല. ഉമ്മ എന്ന് വിളിച്ചാലും പറയും എനിക്കൊന്നും വേണ്ട എന്ന് പറയും. അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാരക്കെങ്കിലും കഴിച്ചിരിക്കണം. സുബഹിയുടെ സുന്നത്ത് സുബഹിയുടെ ഫർള് ഒക്കെ വളരെ ഗൗരവമുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉദയത്തിന് ശേഷമേ പിന്നീട് ഉറങ്ങാവുള്ളൂ. സുബഹി കഴിഞ്ഞ് ഉള്ള ഉറക്കം തന്നെ നല്ലതല്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ. തഴവ ഉസ്താദിന്റെ വരികളാണ്. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ. ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നു. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. സുബഹി കഴിഞ്ഞ ഉടനെ ഉള്ള ഉറക്കം നല്ലതല്ല. ഉദയം കഴിഞ്ഞിട്ട് അല്പം ഉറങ്ങുക. അത് ആർക്കാ ഉള്ളത്? ആ ഉറക്കം നല്ലതാന്ന് പറയുന്നത് ഉദയത്തിന് ശേഷം. ആർക്ക്? തലേന്ന് രാത്രിയിൽ അല്പം ഇബാത്തെടുത്തവൻ. സുബ്ഹാനല്ലാഹ്. തലേന്ന് രാത്രി ഉറക്കം ഉളച്ചവനാണ്. ഇത് തലേന്ന് രാത്രി നേരത്തെ കിടന്നുറങ്ങി 10:30 കിടന്നുറങ്ങിയവന് പിന്നെന്തിനാ സുബഹി കഴിഞ്ഞ് പിന്നെ ഉറങ്ങുന്നു? വല്ലിരുന്നു ഖുർആനോദ് ഉള്ള സമയം നശിപ്പിക്കാതെ, നഷ്ടപ്പെടുത്തി കളയാതെ. റമളാനിലെ ഒരു ചെറിയ സെക്കൻഡ് പോലും വലിയ വിലപ്പെട്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റമളാനിന്റെ മഹത്വം ഈ ഉമ്മത്ത് അറിഞ്ഞെങ്കിൽ ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമളാന ലതമന്നൂ അൻ തകൂന അസ്സനതു കുല്ലുഹാ റമളാൻ. എന്റെ ഉമ്മത്ത് ഈ റമളാനിന്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ വർഷം മുഴുവനും റമളാൻ ആയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചേനെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മളിതിന്റെ മഹത്വം ശരിക്കും അറിഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ തമാശയാക്കി പോവാൻ. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. അപ്പൊ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ, ഓർമ്മയുണ്ടല്ലോ സൂറത്ത് അലം നശ്റഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അലം തറ കൈഫ ഖുൽ ഹുവല്ലാഹ്. നിസ്കരിച്ചു കഴിഞ്ഞാൽ തഹജ്ജുദ് നമസ്കരിച്ചവർക്കും അല്ലാത്തവർക്കും ഉണ്ട് എന്നൊരു പണ്ഡിതപക്ഷം. വലതുവശം ചെരിഞ്ഞ് കിബിലക്ക് അഭിമുഖമായി ഒരു കടത്തും സുന്നത്തുണ്ട്. കടന്നങ്ങനെ അങ്ങ് ഉറങ്ങാനല്ല, പുതപ്പും പോയിച്ച് ഉറങ്ങിക്കള, അങ്ങനെയല്ല, ബെഡേ കിടക്കാനല്ല. നീ നിസ്കരിക്കുന്ന ആ മുസല്ലയിൽ തന്നെ വലതുവശം ചെരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കിടക്കുക. കടന്നിട്ട് എന്തിനാ? ഒരു ദുആ ഉണ്ട്, ആ ദുആ പഠിപ്പിക്കാനാണ്. ആ ദുആയിൽ എന്തുണ്ട്? നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമുണ്ട്. അത് പഠിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നരകം എന്താണെന്ന് ചെറുതായി പഠിച്ചു. 3000 കൊല്ലം കൊണ്ട് പടച്ചിട്ടല്ല, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ട് കത്തിച്ചാലും ജഹന്നമെന്ന് പറയുന്ന 7 നരകത്തിന്റെ ഒരു ഭാഗത്തിന്റെ ഒരു അംശത്തിലേക്ക് മാത്രം എത്തിച്ചേരുന്ന വിശാലവും പ്രവിശാലവുമാണ് നരകമെന്ന് നമ്മൾ പഠിച്ചു. ആ നരകത്തിലേക്ക് കടക്കാനിരിക്കാനുള്ള കുറുക്കു വഴികളാണ് ഈ പറയുന്നത്. ശരിക്കും മനസ്സിലായിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം വലതുവശം ചെരിഞ്ഞിട്ടെന്ന് കിടക്കുക. ആ കടത്തത്തിൽ ഒരു ദുആ ഉണ്ട്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായീല വഇസ്റാഫീല വമുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ജിബ്രീലിന്റെ നാഥ, ഇസ്രാഫീലിന്റെ നാഥ, മീകായിലിന്റെ രക്ഷിതാവേ, അസ്റായിൽ അലൈഹിസ്സലാമിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും രക്ഷിതാവേ, അല്ലാഹുവേ, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ട് കാവൽ തേടുകയും ചെയ്യുന്നു അല്ലാഹ്. ഇതാണ് ആ ദുആ. 4 മലക്കുകളെ വിളിക്കുന്നു. അതിനോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിളിച്ചിട്ട് ദുആരക്ക. ഏതാണ് ദുആ? ഒന്ന് ചൊല്ലിക്കെല്ലാവരും. അല്ലാഹുമ്മ, ഉറക്കെ പറയുന്ന, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായീല വഇസ്റാഫീല വഅസ്റായീല വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന
വഅഊദു ബിക മിനന്നാർ. ജിബീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും അസ്റായിലിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും രക്ഷിതാവേ, നിന്നോട് സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ട് കാവൽ തേടുകയും ചെയ്യുന്നു അല്ലാഹ്. ഇത് എവിടെ പറയണം? സുന്നത്ത് നിസ്കരിച്ചിട്ട് വലതുവശം ചെരിഞ്ഞുള്ള ആ കടത്തത്തിൽ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് പറഞ്ഞിട്ട് പിന്നെ എഴുന്നേക്കുക. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോരുത്. സുബഹികരിക്കേണ്ടതാണ്, ഫർള് നിസ്കരിക്കേണ്ടതാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റത് മുതൽ നരകത്തെ തൊട്ടുള്ള ഇങ്ങനെ കാവൽ തേട്ടമാണ്. പിന്നെ ഫർള് നിസ്കരിക്കാൻ, ഫർള് നിസ്കരിക്കുമ്പോൾ എല്ലാ ഫർളിന്റെയും അവസാനത്തെ തഹിയ്യാത്തിന് ശേഷം ഒരു ദുആ ഉണ്ട് അല്ലേ? നമ്മൾ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ദുആ. ഏതാണത്? നിസ്കരിച്ചിട്ട് വരാം. ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. കണ്ടോ നോക്ക്, വീണ്ടും നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടാണ്. എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ ആകുന്നതിന് മുമ്പ് എത്ര വട്ടപ്പം നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമായി മനസ്സിലാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും രക്ഷിതാവേ, അല്ലാഹുവേ, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ട് കാവൽ തേടുകയും ചെയ്യുന്നു അല്ലാഹ്. ഇതാണ് ദുആ. 4 മലക്കുകളെ വിളിക്കുന്നു, അതിനോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിളിച്ചിട്ട് ദുആരക്ക. ഏതാണ് ദുആ? ഒന്ന് ചൊല്ലിക്ക് എല്ലാവരും. അല്ലാഹുമ്മ, ഉറക്കെ പറയിൻ, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്റാഫീല വഅസ്റാഈല വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ജിബീലിന്റെയും മീകായിലിന്റെയും ഇസ്റാഫീലിന്റെയും അസ്റായിലിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും രക്ഷിതാവേ, നിന്നോട് സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ട് കാവൽ തേടുകയും ചെയ്യുന്നു അല്ലാഹ്. ഇത് എവിടെ പറയണം? സുന്നത്ത് നിസ്കരിച്ചിട്ട് വലതുവശം ചെരിഞ്ഞുള്ള ആ കടത്തത്തിൽ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് പറഞ്ഞിട്ട് പിന്നെ എഴുന്നേക്കുക. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോരുത്. സുബഹികരിക്കേണ്ടതാണ്, ഫർള് നിസ്കരിക്കേണ്ടതാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റത് മുതൽ നരകത്തെ തൊട്ടുള്ള ഇങ്ങനെ കാവൽ തേട്ടമാണ്. പിന്നെ ഫർള് നിസ്കരിക്കാൻ, ഫർള് നിസ്കരിക്കുമ്പോൾ എല്ലാ ഫർളിന്റെയും അവസാനത്തെ തഹിയ്യാത്തിന് ശേഷം ഒരു ദുആ ഉണ്ട് അല്ലേ? നമ്മൾ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ദുആ. ഏതാണത്? നിസ്കരിച്ചിട്ട് വരാം. ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. കണ്ടോ നോക്ക്, വീണ്ടും നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടാണ്. എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ ആകുന്നതിന് മുമ്പ് എത്ര വട്ടപ്പം നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമായി മനസ്സിലാക്കണം.